എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനാമിക നന്ദുവിനെ അനിയെ കോൾ ചെയ്യുന്നതും അനിയുടെ ഫോട്ടോ നോക്കി സംസാരിക്കുന്നതുമെല്ലാം അവളുടെ അച്ഛൻ കാണുകയാണ്. അതിനുശേഷം അച്ഛൻ വന്നിട്ട് അനാമികയോട് പറയാണ്, നീ അവനോട് ഇഷ്ടമാണെന്നും പ്രേമാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ അവസാനം കരയേണ്ട ഇട വരുത്തരുത്. അങ്ങനൊരു സംഭവം ഉണ്ടായത് നീ ഓർക്കുന്നുണ്ടല്ലോ. പ്രണയിച്ച് കരയുന്നതിന്റെ ദുഃഖവും അതിന്റെ വിരഹത്തിന്റെ വേദനയുമൊക്കെ നന്നായി അറിഞ്ഞവളല്ലേ നീ എന്ന് അച്ഛൻ പറയുകയാണ്. ഈ സമയത്ത് അനാമിക തന്റെ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് കേട്ടോ. അതായത് അനാമികയ്ക്ക് പഴയൊരു പ്രണയം ഉണ്ടായിരുന്നു. അത് തകർന്നതിൽ വല്ലാത്ത ഡിപ്രഷൻ മൂഡിലേക്ക് അനാമിക പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് അച്ഛൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നാളെ മാസപ്പിറവി ദിവസമാണ്. അപ്പൊ ആ ഒരു കാര്യം മുത്തശ്ശി നവ്യോട് പറയാണ്, മോക്കല്ലേ പരാതി, മോളെ ഒന്നിലും പങ്കെടുപ്പിക്കുന്നില്ല, മോളെ ആരും സ്നേഹിക്കുന്നില്ല എന്നൊക്കെ. നാളെ മലയാള മാസം 1-ാം തീയതിയാണ്. ഇവിടെ വിശേഷാൽ പൂജയുണ്ട്. ആ പൂജ മോള് വേണം ചെയ്യാന്. രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി ആ പൂജയ്ക്കായിട്ട് മോൾ ഒരുങ്ങി വരണം, മോള് വേണം അത് ചെയ്യാനായിട്ട് എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞു കേൾക്കുമ്പോൾ നവ്യക്ക് ഒത്തിരി സന്തോഷമാകുന്നു കേട്ടോ. അങ്ങനെ ആദ്യമായി അവിടെ തനിക്കൊരു അംഗീകാരം ലഭിച്ചില്ല എന്നോർത്ത് നവ്യ ഒരുപാട് സന്തോഷിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. മുത്തശ്ശി പറയാണ്, ഇവിടെ ആർക്കും ആരോടും യാതൊരു വേർതിരിയുമില്ല, എല്ലാവരോടും ഒരേ സ്നേഹമേ ഉള്ളൂ, ഈ മുത്തശ്ശിക്കും മുത്തശ്ശനും എല്ലാം. പിന്നെ മോള് എല്ലാ കാര്യങ്ങളും ഇടപെടാത്തത് കൊണ്ടൊക്കെയാണ് അങ്ങനെ ഒരു തോന്നൽ മോൾക്കുണ്ടാവുന്നത്. നയനമോള് കണ്ടില്ലേ, എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തത്തോടുകൂടി ഏറ്റെടുത്ത് ചെയ്യുന്നത്. പക്ഷെ മോൾ അത് ചെയ്യുന്നില്ല. അതുകൊണ്ടാ മോൾക്ക് തന്നെ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവുന്നത്. മോൾ ജോലിയൊന്നും ചെയ്തില്ലെങ്കിലും മറ്റെല്ലാ കാര്യത്തിലും ഇടപെടണം, മോളും ഈ അനന്തപുരിയിലെ ഒരു മരുമകളാണെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി നവ്യ ഉപദേശിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നന്ദുവിനെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞ് അനാമിക വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നല്ലോ. അതിനുശേഷം അനാമിക സംസാരിക്കുകയാണ് അവിടെ വെച്ച്. അപ്പം എന്താ അനാമിക, എന്തിനെന്നെ കാണണമെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അനാമിക പറയാണ്, എന്റെ ഭർത്താവായിട്ട് വരുന്ന ഒരാള് കവിതയും കഥകളൊക്കെ എഴുതുന്ന ഒരാളായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. കലയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളായിരിക്കണം എന്റെ ജീവിതത്തിലേക്ക് വരുന്നത്. അനി നല്ല കുടുംബത്തിൽ പിറന്ന ഒരാളാ, അതുകൊണ്ട് അനിയെ എനിക്ക് ഇഷ്ടമാണ് എന്ന് അനാമിക പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന അനിക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. കാരണം അനിയും അനാമികയുടെ പ്രണയം തുറന്നു പറയാനാണല്ലോ വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു നിമിഷത്തില് അനി തന്റെ ബെസ്റ്റ് ഫ്രണ്ടായ നന്ദുവിനെ പോലെ മറന്നു കളയണം കേട്ടോ. പക്ഷെ നന്ദുവിന്റെ മനസ്സിൽ ആകെപ്പാടെ കൺഫ്യൂസ് ആയിരിക്കുകയാണ്. കാരണം നന്ദുവിന്റെ മനസ്സിൽ നിറയെ അനി മാത്രമാണ് കേട്ടോ. അനിയോട് വല്ലാത്തൊരു അടുപ്പവും സ്നേഹവും ഒക്കെ നന്ദുവിന് തോന്നുന്നുണ്ട്. അനാമികയുമായിട്ട് അടുക്കും തോറും നന്ദുവിന്റെ മനസ്സിൽ വല്ലാത്തൊരു ടെൻഷനും പേടിയും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. തന്റെ ഉള്ളിലുള്ള പ്രണയം അത് പ്രണയമാണെന്ന് ആ നിമിഷമാണ് നന്ദു തിരിച്ചറിയുന്നത്. എന്നാൽ അനിയോട് പറയാനുള്ള ഭയം കാരണം നന്ദു അത് മനസ്സിൽ തന്നെ ഒളിപ്പിക്കുകയാണ്. ഇതേ സമയത്താണ് അനാമിക അനിയോട് പ്രണയം തുറന്നു പറയുന്നത്. അങ്ങനെ ആ പ്രണയം അനി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പം അവൾ കാണിക്കുന്നുണ്ട് അനിയുടെ ഫോട്ടോയൊക്കെ ഫ്രെയിം ചെയ്ത് അവൾ വെച്ചിരിക്കുന്നതൊക്കെ. എന്നിട്ട് അനാമിക പറയാണ്, വീട്ടില് ഇതിനെക്കുറിച്ച് സംസാരിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പം അനിയും സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞ് അതിന് സമ്മതം മൂളുന്നുണ്ട്. അനി ആകെപ്പാടെ വണ്ടറടിച്ച് നിൽക്കുവാണ് കേട്ടോ. അനാമിക ഇങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടിട്ട്, കാണാൻ തന്റെ പ്രണയം പറയാൻ വന്ന നിമിഷത്തിൽ തന്നെ അനാമിക തിരിച്ചിങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് ആകെപ്പാടെ കിളിപോയ അവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ അനി. അങ്ങനെ ആദ്യമായിട്ട് അനിയുടെ പ്രണയം അവിടെ പൂത്തുലയുന്നത് കാണിക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്ന വിശേഷാൽ പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാരും ഹാളില് നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശി അബിയോട് പറയാണ്, അബി നിന്റെ ഭാര്യ എന്തിയെ, ഇവിടെ സമയം പോകുന്നത് കണ്ടില്ലേ, പൂജയൊക്കെ അതാത് സമയത്ത് തുടങ്ങണം, നീ പോയിട്ട് അവളെ കൂട്ടിക്കൊണ്ടിങ്ങ് വാ എന്നും പറഞ്ഞ് മുത്തശ്ശി പറഞ്ഞിടുമ്പം ഇപ്പൊ പോവാമേന്നും പറഞ്ഞിട്ട് അവനകത്തേക്ക് പോകുമ്പോ കാണുന്ന കാഴ്ച നവ്യാണെങ്കിൽ അവിടെ കസേരയിലിരുന്ന് ഇങ്ങനെ പുസ്തകമൊക്കെ വായിച്ചോണ്ട് ഫോണൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അബി ചോദിക്കുന്നത്, നീ എന്താ നവ്യ കാണിക്കുന്നത്, നിന്നോട് ഒരുങ്ങാൻ പറഞ്ഞ് വിട്ടതല്ലേ ചോദിക്കുമ്പോ നവ്യ ഒന്നുകൂടെ എഴുന്നേറ്റ് കണ്ണാടിന്റെ മുമ്പിലൂടെ പോയിട്ട് കുറച്ചുകൂടെ ഒന്ന് ഒരുങ്ങുന്നു കേട്ടോ. എന്നിട്ട് പറയാണ്, എല്ലാരും എന്നെ കുറച്ചിരുന്ന് വെയിറ്റ് ചെയ്യട്ടേന്നേ, എല്ലാ ദിവസവും അവളെയല്ലേ എല്ലാരും തലയിൽ പൊക്കി വെക്കുന്നത്, ഇന്ന് കുറച്ചിരും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യട്ടെ, എന്റെ വില എന്താണെന്ന് എല്ലാരും മനസ്സിലാക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നവ്യ അഹങ്കരിച്ചവിടെ നിൽക്കുകയാണ് കേട്ടോ. അതേ സമയത്ത് തന്നെ ദേവേനി പറയാണ്, ഇനി കെട്ടിലമ്മയ്ക്ക് എഴുന്നള്ളിപ്പുമായിട്ട് ആരെല്ലാം അങ്ങോട്ട് ചെന്നാൽ മാത്രമേ ഇറങ്ങി വരുള്ളൂന്നുണ്ടോ, എല്ലാവരോടും ഒന്ന് ഇറങ്ങിയിരിക്കല്ലേ അച്ഛൻ സഹിതം, ഇനി അവക്ക് ആരും താലപ്പൊലി എടുക്കണോ. അപ്പോഴേക്കും മുത്തശ്ശി പറയാണ്, ജലജ നീ പോയിട്ട് അവനെ കോൾ ചെയ്ത് വിളിക്കുമെന്ന് പറയുമ്പോഴേക്കും ജലജ ഫോൺ ചെയ്യാണ് കേട്ടോ അബിയെ. അബി എവിടെയാ, അവളോട് നിന്റെ മറ്റവളോട് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ, ഇവിടെ പൂജയ്ക്ക് എല്ലാവരും തയ്യാറെടുത്തോണ്ടിരിക്കുക എന്ന് പറയുന്നു. അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് അബി പറയാണ്, നവ്യ പെട്ടെന്ന് വാ, എല്ലാവരും അവിടെ സീനാക്കിക്കൊണ്ടിരിക്കുക, എല്ലാവരും അവിടെ ദേഷ്യപ്പെട്ടിരിക്കുക എന്ന് പറയുമ്പോൾ നവ്യ പറയാണ്, അതെ ഞാനൊരു ഗർഭിണിയായ പെണ്ണ, എനിക്ക് വേണം ഇച്ചിരി താമസം കാണും, അതുകൊണ്ട് വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ, നിങ്ങൾ ഇവിടെ നിൽക്കുക, ആരെന്ത് പറഞ്ഞു നമുക്കൊന്ന് നോക്കാലോ എന്നും പറഞ്ഞ് നവ്യ വീണ്ടും അവിടെ തന്നെ ഒരുങ്ങിക്കൊണ്ട് കുറെ നേരം നിൽക്കാൻ കേട്ടോ. അങ്ങനെ സമയം 10 മിനിറ്റ് 15 മിനിറ്റ് ആക്കി ആകുമ്പോഴേക്കും എല്ലാവർക്കും ആപ്പാട് ദേഷ്യം വരികയാണ്. മുത്തശ്ശനാണെങ്കിൽ പോലും ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കാൻ കേട്ടോ ചെയ്യുന്നത്. അപ്പോഴേക്കും ദേവേനെയും പറയുന്നുണ്ട്, എത്ര നേരമായി വിളിച്ചിട്ട്, ഇപ്പം ജലജയെ വിളിച്ചതല്ലേ, ഈ വീട്ടിനുള്ളിൽ ഒരു പൂജ ചെയ്യാൻ ഒരുങ്ങാൻ ഇത്രയ്ക്ക് സമയത്തിന്റെ ആവശ്യമുണ്ടോ,
അവള് ഇട്ട ഡ്രസ്സോടെ ഇറങ്ങി വന്നാൽ പോലും ഇവിടെ പൂജ ചെയ്യാലോ, പിന്നെ ഇതിലൊക്കെ ഇത്രയും താമസം, ഇത് മനഃപൂർവ്വം എല്ലാരെയും കളിയാക്കാൻ വേണ്ടി തന്നെ അവള് ചെയ്യുന്നതാണ് എന്ന് പറയാണ് കേട്ടോ ദേവയാനി. അപ്പോഴേക്കും എല്ലാവരും ഇത് ശരിവെക്കുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുകയാണ്, എന്താ ജലജ ചെയ്ത്, നിന്റെ മരുമകളെ പോയി കൂട്ടിക്കൊണ്ടുപോവാ. അപ്പൊ ജലജ പറയാണ്, എനിക്ക് പറ്റില്ല, അവളുടെ വീട്ടിൽ അവളുടെ റൂമിലേക്ക് പോയി അവളെ ആനയിച്ചുകൊണ്ട് വരാന്നൊക്കെ പറയുന്നു. അപ്പോഴേക്കും എല്ലാവരോട് പറയാണ്, അങ്ങനാണെങ്കിൽ നയനമോള് തന്നെ പൂജ ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ നയനെ പറയുന്നുണ്ട്, അയ്യോ ചേച്ചിയോട് ചെയ്യാൻ പറഞ്ഞല്ലേ, ചേച്ചി തന്നെ ചെയ്യട്ടെ മുത്തശ്ശി, ഇല്ലെങ്കിൽ അതിന്റെ പേരിൽ ചേച്ചി വേണമെന്ന് പറയുമ്പോൾ മുത്തശ്ശൻ ജാനകിയൊക്കെ പറയാണ്, വേണ്ട, അതിന്റെ ആവശ്യമില്ല, മോളങ്ങ് ചെയ്താൽ മതി, ഇത്രയും സമയം അവൾക്ക് കൊടുത്തില്ലേ, അവൾക്ക് വരാമായിരുന്നല്ലോ, പിന്നെന്താ അവള് വരാഞ്ഞത്, അവൾ മനഃപൂർവ്വം ഇപ്പൊ ചെയ്യുന്നതല്ലേ എന്ന് എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയന മനസ്സെല്ലാം മനസ്സിലൂടിട്ട് പൂജ ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. അങ്ങനെ വിളക്ക് കത്തിച്ച് നയന പൂജ ചെയ്യാൻ ആരംഭിക്കുമ്പോൾ ഇങ്ങനെ മണി അടിക്കുമല്ലോ, ആ ഒരു മണിയടിയുടെ ശബ്ദം കേട്ട് ഞെട്ടലോടുകൂടി നവ്യ എന്താന്ന് ചോദിക്കുകയാണ്. അപ്പം അഭി പറയാണ്, അവിടെ പൂജ തുടങ്ങിയെന്ന് തോന്നുന്നു, പൂജ തുടങ്ങുമോ, ഞാൻ ചെല്ലാതെന്ന് ചോദിച്ച് നവ്യ ദേഷ്യപ്പെട്ട് മേളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അഭിയും കൂടെ തന്നെ ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ അവർ ഓടിക്കത്തിച്ച് വരുമ്പോ കാണുന്ന കാഴ്ച നയന പൂജ ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു കാഴ്ച കണ്ട് ആകെപ്പാടെ സ്റ്റക്കായി നിൽക്കുകയാണ് നവ്യ. നവ്യ ഇങ്ങനെ വരുമ്പം അഭിയും കൂടെ തന്നെ വരുന്നുണ്ട്. നവ്യ അഭിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ദേഷ്യപ്പെട്ട് എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോഴേക്കും നയനയാണെങ്കിൽ ഇതൊന്നും അറിയാതെ നയന അവിടെ നിന്ന് പൂജ ചെയ്യാണ്. എല്ലാവരും അവളുടെ പിന്നാലെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ച കാണുമ്പോൾ നവ്യയുടെ ചങ്കിനകത്ത് ഒരു ഇടുത്തി തന്നെ വീഴാണ് കേട്ടോ. അപ്പോഴേക്കും അഭിയും വന്നിങ്ങനെ നവ്യനെ നോക്കി നിൽക്കുകയാണ്. നവ്യ ആണെങ്കിലും അങ്ങനെ സ്റ്റക്കായിട്ടങ്ങ് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് നവ്യ അഭിയോട് പറയാണ്, കണ്ടില്ലേ അഭി, അവൾ എന്റെ സ്ഥാനം എല്ലായിടത്തും പിടിച്ചു മേടിക്കുകയാണ്, കണ്ടില്ലേ, ഞാൻ ഒരു സെക്കൻഡ് വൈകിയെന്ന് പറഞ്ഞ് അവൾ അപ്പളാ അവസരം മുതലാക്കി അവൾ പൂജ ചെയ്യുന്ന കണ്ടില്ലേ, എല്ലാവരും മനസ്സിലിടം പിടിക്കാൻ വേണ്ടി അവൾ മനഃപൂർവ്വം എന്നെ താഴ്ത്തി കെട്ടുക, ഇനി ഇതിന്റെ പേരിൽ എല്ലാവരും എന്നെ പറയുമ്പോൾ അവൾക്ക് രസിച്ച് ചിരിക്കാമല്ലോ, അതിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് നവ്യ അവിടെ നിന്ന് സങ്കടപ്പെടുമ്പോൾ അഭി ഒന്നുകൂടെ എരിവ് കയറ്റി കൊടുക്കാണ് കേട്ടോ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നിന്റെ പെങ്ങള് നിനക്ക് അതൊരു ശല്യമായി തീരുമെന്ന്, ഇപ്പൊ എങ്ങനെയുണ്ട്, കണ്ടില്ലേ നിന്റെ അവസരം മുഴുവനും അവൾ മുതലാക്കുന്നത്, നീയാണ് മൂത്തത്, എന്നിട്ട് പോലും വീട്ടിലെ എല്ലാ അവകാശങ്ങളും അവൾ കൈയടക്കി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, ആദർശിനെ പോലും ഈ വീട്ടിൽ ഇത്രയ്ക്ക് ഇതാക്കി എന്നെ ഇങ്ങനെ താഴ്ത്തി കിട്ടിയതും അവൾ തന്നെയല്ലേ, നിന്റെ ഈ വീട്ടിലെ ജീവിതം ഇല്ലാതാക്കാനാണ് അവൾ ശ്രമിക്കുന്നതെന്നൊക്കെ അഭി പറയുന്നുണ്ട്. നവ്യ പറയാണ്, ഇത് ഞാൻ എന്തായാലും സമ്മതിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞ് നവ്യ ദേഷ്യപ്പെട്ട് നയന അടുക്കളയിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോഴേക്കും അഭി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്, പോയി രണ്ടും കൂടെ അംഗം വെട്ടി രണ്ടും കൂടെ ഒരുമിച്ച് തീരട്ടെ എന്ന് പറഞ്ഞ് അഭിയോട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ നവ്യ അങ്ങോട്ടേക്ക് ചെന്നിട്ട് നയനെ എന്ന് വിളിച്ച് ദേഷ്യപ്പെടുമ്പോഴേക്കും നയന പൂജ നിർത്താണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നയനെ ഇന്ന് ഞാനല്ലേ ഇവിടെ പൂജ ചെയ്യേണ്ടത്, പിന്നെ നീ എന്താണ് പൂജ ചെയ്യുന്നത് ചോദിക്കുമ്പോഴേക്കും എല്ലാവരും അവിടെ നിൽപ്പുണ്ട്. അപ്പോഴേക്കും ജാനകിയും ദേവേനും പറയാണ്, അതിന് ഇത്രയും നേരം നിന്നെ കാത്തു നിന്നില്ലേ, സമയം 9 മണിക്ക് തന്നെ പൂജ ചെയ്യണമെന്ന് നിനക്ക് അറിയില്ലേ, ഇപ്പൊ സമയം 9:15, ഈ ഇത്രയും സമയം നീ അവിടെ എന്തെടുക്കായിരുന്നു, ആദ്യം നിന്നെ വിളിക്കാൻ അഭി വന്നു, രണ്ടാമത് ജലജ നിന്നെ വിളിച്ചില്ലേ, ഇതെല്ലാം ഞങ്ങൾ കണ്ടുകൊണ്ട് വയ്യാത്ത അച്ഛൻ പോലും ഇവിടെ നിൽക്കുമായിരുന്നു, പിന്നെ നിനക്ക് മാത്രം എന്താ ഇത്രയ്ക്കും താമസം എന്ന് ചോദിക്കുമ്പോൾ നവ്യ പറയായിരുന്നു, അത് എനിക്ക് ചെറിയ വയറുവേദന പോലെ തോന്നിയുണ്ട്, ഞാൻ 5 മിനിറ്റ് അവിടെ ഇരുന്നു, അതുകൊണ്ടാണ് എന്ന് പറയുകയാണ്. അത് അപ്പം ദേവയാനി പറയാണ്, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നീ ഒന്ന് വിളിച്ചറിയിച്ചിരുന്നെങ്കിൽ ഇവിടെ എല്ലാവരും നിനക്ക് വേണ്ടി കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് നിൽക്കില്ലായിരുന്നോ, ഇതിപ്പോ നീ അഹങ്കാരം കാണിച്ചതുപോലെ ആയില്ലേ, എന്തായാലും നയനമോള് തന്നെ പൂജ തുടങ്ങി, അതുകൊണ്ട് അവൾ തന്നെ പൂജ ചെയ്യട്ടെ എന്ന് ജാനകിയും പറയുന്നുണ്ട്. മുത്തശ്ശി അല്ലാണ്ട് പറഞ്ഞത് ഈ പൂജ ചെയ്യാനെന്ന് മുത്തശ്ശിയോട് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയാണ്, ഇത്രയും നേരം നിനക്ക് വേണ്ടി ഞങ്ങളെല്ലാം നോക്കി നിന്നില്ലേ നവ്യ എന്ന് ചോദിക്കുന്നു. അപ്പൊ നീ എന്താ ചെയ്യുന്നത്, ഇത്രയും നേരം ഞങ്ങൾ എല്ലാരെയും കാത്തു നിർത്തിയില്ലേ, എന്തായാലും പൂജയ്ക്ക് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെതായ ഒരു സമയമുണ്ട്, നിനക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നീ നേരെ എണീച്ച് ഇവിടെ വന്നിരിക്കണമായിരുന്നു, അങ്ങനെയാണെങ്കിൽ പോലും ഞങ്ങൾക്ക് സമാധാനമായേനെ, ഇതിപ്പോൾ എന്തായാലും നയനമോൾ ചെയ്ത പൂജ നയനമോൾ തന്നെ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് മുത്തശ്ശി ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അങ്ങനെ നവ്യ ആകെപ്പാട് തകർന്ന അവസ്ഥയിൽ നയനെ നോക്കി ഇങ്ങനെ തുറച്ചു നോക്കുകയാണ്. നയനയാണെങ്കിൽ തലകുണിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതെല്ലാം ആദർശ് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ആദർശം നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് കേട്ടോ, നവ്യ എന്തായാലും പക്ക ഒരു ഫ്രോഡാണെന്നുള്ള കാര്യവും നവ്യേക്കാളും ഭേദം നയന തന്നെയാണെന്നുള്ള തിരിച്ചറിവും ആദർശിനുണ്ടാകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ പൂജ നന്നായിട്ട് തന്നെ കഴിയുന്നുണ്ട്. നവ്യ ആണെങ്കിൽ കലിപ്പിച്ച് അവിടെ നിന്ന് കയറി പോകുന്നുണ്ട് കേട്ടോ. മുത്തശ്ശനും ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും അവളുടെ ക്യാരക്ടർ എന്താണെന്നുള്ള കാര്യം ഏകദേശം ഒക്കെ പിടിയായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് വരാൻ പോകുന്ന എപ്പിസോഡാണ്. അപ്പൊ ഇതിന്റെ അപ്കമിംഗ് ആയിട്ടുള്ള റിവ്യൂസ് നമ്മുടെ ചാനൽ എപ്പോഴും അവൈലബിൾ ആയിട്ട് മിസ് ആവാതിരിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ്